പാലക്കാട് കാർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ അമ്മയും 2 മക്കളും അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുന്നു. പൊൽപ്പള്ളി പൂളക്കാട് സ്വദേശിനി എൽസി മാർട്ടിനും മക്കൾക്കുമാണ് പരിക്കേറ്റത്. ബാറ്ററി ഷോർട്ട് സർക്യൂട്ടാണ് കാർ പൊട്ടിത്തെറിക്കാൻ കാരണമായതെന്നാണ് ഫയർഫോഴ്സിന്റെ പ്രാഥമിക നിഗമനം. കുടുംബത്തിന്റെ ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുക്കുമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. 55 ദിവസങ്ങൾക്ക് മുൻപാണ് പാലക്കാട് കണ്ണാടിയിലെ സ്വകാര്യ ആശുപത്രിയിലെ നഴ്സായ എൽസി മാർട്ടിന്റെ ഭർത്താവ് മരിക്കുന്നത്. മക്കൾക്കൊപ്പം പൊൽപ്പുള്ളി പൂളക്കാടുള്ള വീട്ടിൽ കഴിയുന്നതിനിടെ അസുഖം ബാധിച്ച് ശസ്ത്രക്രിയ നടത്തിയ എൽസി ചികിത്സയിലായിരുന്നു. ഇന്നലെയാണ് ജോലിയിൽ തിരികെ പ്രവേശിച്ചത്. വൈകിട്ടോടെ വീട്ടിലെത്തിയ എൽസി മക്കൾക്കൊപ്പം ഭക്ഷണം കഴിക്കാൻ ഇറങ്ങുന്നതിനിടയിലാണ് വീട്ടുമുറ്റത്ത് വെച്ച് കാർ പൊട്ടിത്തെറിച്ച് അപകടമുണ്ടായത്. കാറ് കുറച്ച് പഴക്കം ചെന്ന കാറായിരുന്നു. അപ്പോൾ ആ കാർ ഇടയ്ക്ക് നിൽക്കാറൊക്കെ ഉണ്ടായിരുന്നാണ് പറഞ്ഞു കേട്ടത്. പക്ഷേ കാർ ഇവർ തന്നെ ഡ്രൈവ് ചെയ്ത് ഈ മാട്ടിന് സുഖമില്ലാത്തപ്പോഴും അവർ തന്നെയാണ് അത് കൊണ്ടുപോയിരുന്നത്. അങ്ങനെ ഒരു കോൺഫിഡൻസ് അവർക്ക് ഉണ്ടായിരുന്നിരിക്കണം. അപ്പോൾ ഇന്നലെ ആ ഒരു കുട്ടി അമ്മയുടെ അടുത്ത് പറഞ്ഞ അമ്മ മണം വരുന്നുണ്ടല്ലോ എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അതവർ കാര്യമാക്കിയിട്ടില്ല. നേരത്തെ ഒരു പക്ഷെ അങ്ങനെ ഉണ്ടായിരുന്നിട്ടുണ്ടാവാം. അപ്പോൾ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പിന്നെ ഇത് സ്റ്റാർട്ട് ചെയ്തു. ബാക്കിൽ നിന്നാണ് കത്ത് പിടിച്ചത്. അപകടത്തിൽ എൽസിക്കും മക്കളായ 6 വയസ്സുകാരൻ ആൽഫ്രഡ് മാർട്ടിനും 4 വയസ്സുകാരി എമിലീന മാർട്ടിനും 90% പൊള്ളലേറ്റു. മൂവരുടെയും ആരോഗ്യനില ഗുരുതരമാണ്. എൽസിയുടെ മൂത്ത മകൾക്ക് 40% പൊള്ളലേറ്റിട്ടുണ്ട്. 4 പേരെയും എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കുടുംബത്തിന്റെ ചികിത്സാ ചെലവ് ഏറ്റെടുക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. ഭാവിയിൽ നാളെ ഒരു തീപ്പൊള്ളലൊക്കെ ഏറ്റുള്ള ഒരു പാടൊന്നുമില്ലാതെ കഴിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അത് നമുക്ക് ആശുപത്രിയുടെ ചെലവ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ കൊടുക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കും. തീർച്ചയായിട്ടും അത് കിട്ടുന്നതാണ് എൻ്റെ പ്രതീക്ഷ. കാലപ്പഴക്കം സംഭവിച്ച കാറിൽ ബാറ്ററി ഷോർട്ട് സർക്യൂട്ട് സംഭവിച്ചതായിരിക്കാം തീപിടിക്കാൻ കാരണമെന്നാണ് ഫയർഫോഴ്സിന്റെ പ്രാഥമിക നിഗമനം. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്താനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെയും പോലീസിന്റെയും തീരുമാനം. ന്യൂസ് 18 പാലക്കാട്.